ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയു. മുപ്പത്തിയെട്ട് വർഷം മലയാള സിനിമയിൽ നിത്യഹരിത നായകനായി തിളങ്ങിയ അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ 1929 ഡിസംബർ 26 ഷാഹുൽ ഹമീദിന്റെയും അസുമ ബീവിയുടെയും മകനായി ചിറയൻകീഴിലെ ആക്കോട് കുടുംബത്തിൽ ജനിച്ചു. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ തന്നെ നല്ല നടൻ എന്ന പേര് നേടി. 1951 മെയ്യിലാണ് നസീർ സിനിമാ അഭിനയം തുടങ്ങുന്നത്. സത്യന്റെ കൂടെ ത്യാഗസീമയിൽ. സത്യന്റെയും ആദ്യ ചിത്രമായിരുന്നു ഇത്. പക്ഷേ ഈ ചിത്രം പകുതിയായപ്പോൾ മുടങ്ങി. SK ആചാരി സംവിധാനം ചെയ്ത പോൾ കല്ലുങ്കലിന്റെ മരുമകളാണ് ആദ്യ ചിത്രമെങ്കിലും പ്രശസ്തനാവുന്നത് കുഞ്ചാക്കോയും കോശിയും ചേർന്ന് K&K പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ബിഷപ്പിന്റെ വിളിയിലൂടെയാണ്. ഇതിൽ അഭിനയിക്കുമ്പോഴാണ് തിക്കുറിച്ചി സുകുമാരൻ നായർ അബ്ദുൽ ഖാദറിന് പ്രേം നസീർ എന്ന പേരിട്ടത്. ഈ ചിത്രം ഹിറ്റായി. ആ വർഷം തന്നെ നസീറിന്റെ മൂന്നാമത്തെ ചിത്രമായ അച്ഛൻ റിലീസ് ചെയ്തു. തുടർന്ന് അവൻ വരുന്നു, കിടപ്പാടം, പാടാത്ത പൈങ്കിളി, പൊൻകതിർ, അവകാശി, അവനുണരുന്നു എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ അവസരത്തിലാണ് നസീർ തമിഴിൽ ചേക്കേറിയത്. തൈ പിറന്താൻ വഴി പിറക്കും എന്ന ആദ്യ ചിത്രത്തോടെ നസീറിന് തമിഴ് ചലച്ചിത്ര രംഗത്ത് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. മൊത്തം 32 തമിഴ് ചിത്രങ്ങളിൽ പ്രേം നസീർ അഭിനയിച്ചു. 1960 വരെ തുടർച്ചയായി അദ്ദേഹം തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. ഉദയായുടെ സീത, ഉണ്ണിയാർച്ച എന്നീ ചിത്രങ്ങളിലൂടെ നസീർ മലയാളത്തിലേക്ക് വീണ്ടും എത്തി. ഉദയ, മെരിലാൻഡ് തുടങ്ങിയ ബാനറിന് പുറമെ മറ്റു നിർമ്മാതാക്കളുടെയും ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. ബന്ധങ്ങൾക്കിടയിൽ നന്ദി എന്നൊരു പദമില്ല. അവിടെ കടമ മാത്രമേ ഉള്ളൂ. കണ്ണൻകുട്ടി നായരുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. എന്താ വിശേഷം? അനുജൻ വീട്ടിൽ വന്നിരിക്കുന്നു. കണ്ണൻകുട്ടി നായർ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ചേട്ടൻ അനുജനെ കാണാൻ പോകേണ്ട കാര്യമുണ്ടോ ശങ്കുണ്ണിപ്പിള്ള ചേട്ടൻ? ചേട്ടനെ കാണാൻ അനിയനല്ലേ വരേണ്ടത്? പക്ഷേ പറഞ്ഞു വിട്ടത് കലക്ടർ അദ്ദേഹമാണ്. കളക്ടറെ കാണണമെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം. എനിക്ക് വീട്ടിൽ പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് കണ്ണൻകുട്ടി നായർ ചെന്നില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ ദോഷമെന്നറിയാമല്ലോ. എന്ത് കാര്യത്തിനുമാകട്ടെ ഒന്ന് വീട്ടിൽ വരെ ചെന്നിട്ട് പോന്നൂടെ കണ്ണൻകുട്ടി നായരെ? എന്റെ രക്ഷ കൂടി വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഒന്ന് പോയിട്ട് വരും. ശരി, ശങ്കുണ്ണിപ്പിള്ള ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ലെന്ന് വേണ്ട. ഞാൻ പോയിട്ട് ഉടനെ വരാം. നിണമണിഞ്ഞ കാൽപ്പാടുകളിലാണ് നസീർ ഷീല ജോഡി ആദ്യമായി ഒന്നിക്കുന്നത്. ഈ ജോഡികളുടെ 107 ചിത്രങ്ങൾ പിന്നീട് പുറത്തു വന്നു. തന്നെ ഇനി ഞാൻ തിരക്കാൻ സ്ഥലമൊന്നുമില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാ പറയട്ടെ. ഇന്ന് ജോലി കഴിഞ്ഞ് കയറിയപ്പോ ശരീരത്തിനൊക്കെ ഒരു വേദന. അല്പം അടിച്ചുകളയാ. ഞാൻ വരുന്നില്ല. യൂണിയന്റെ ഒരു പ്രസ്താവന അച്ചടിക്കാൻ കൊടുത്ത് വാങ്ങിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അതും പിരിച്ചെടുത്ത കാശ്, അല്ലാതെ എന്റെ കാശ്. അത് സാരമില്ലെന്നെ, കാശ് എന്റെ കയ്യിലുണ്ട്. വാ, നമുക്ക് അവിടെ ഇരുന്ന് അല്പം സംസാരിക്കുകയും ചെയ്യാം.
നമസ്കാരം. ആ ചെല്ലപ്പന്റെ ഇവിടുന്ന് ഗോപാലനുണ്ടല്ലോ, കാണാറില്ലായിരുന്നല്ലോ. വരണം വരണം. ആ പൈസയുടെ ദിവസത്തിന് നാളെ സംസാരിക്കാം. ഇന്നിപ്പോ സംസാരിക്കാൻ സമയമില്ല, ബിസിനസ് ടൈമാണ്. എടാ ഓരോ കുപ്പി മൂത്തത്. ഞാനൊരു പുതിയ കോൺട്രാക്ട് പിടിച്ചിട്ടുണ്ട്. അതിന്റെ അഡ്വാൻസ് നിന്നാണ് കിട്ടിയത്. എന്നാ പിന്നെ ഒന്ന് ആഘോഷിച്ചു കളാമെന്ന് കരുതി. ഈ ചാക്കോ മുതലാളിയുമായിട്ട് എന്തായിരുന്നു വഴക്ക്? എടാ നാക്കിൽ വെക്കാൻ തന്നെ. ഞങ്ങള് ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാരോ കൈമണിയിൽ അവിടെ ചെന്ന് പറഞ്ഞു കാണും. ആര് പറഞ്ഞാലും ഇല്ലേലും ഇങ്ങനെ പോയാൽ കൂലി കൂടുതൽ ചോദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. യൂണിയന്റെ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ₹10 എങ്ങനെയാ? ഇവിടെ 5 കുപ്പി മൂത്തതും ചേട്ടനൊരു മൂത്തതും 2. ആ മതി മതി, നീ കണക്കൊന്നും പറയണ്ട. എന്നാ കൊണ്ടുപോ. ആ അളിയോ, എഴുന്നേക്ക് പോകാം. എഴുന്നേക്ക്. പേടിക്കാന്ന് ഞാൻ നടക്കുമല്ല. ഓ അളി എന്ന് കുറച്ച് ഓവറാ. നീ നിർബന്ധിച്ച് കുടിപ്പിച്ചതല്ലേ എന്നെ. അളിയനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. വേണ്ടടാ പോ. തന്നെ ഈ നില വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകാനാ? വേണ്ടടാ കോല, നീ പോടാ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാവുന്നേ. എടാ കോല വേണ്ട. വീണടം വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടം പ്രേതലോകം. വീണടം വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്ന് പോണടം പ്രേതലോകം. വീണടം വിഷ്ണുലോകം. തന്നതു മായ മായ. എടുത്തുകൊള്ളു ഊരിയെടുത്തുകൊള്ളു നിഴലേ നിഴലേ. മിണ്ടാതെ കൂടെ വരും നിഴലേ. നിന്നെ ഏതു ചാരായ കടയിൽ വെച്ചെന്ന് ഞാൻ കണ്ടുമുട്ടി. ചിരി വരും നിന്റെ ഈ അഭിനയം കാണുമ്പോൾ ചിരി വരും. വീണടം വിഷ്ണുലോകം ഞാനെന്റെ ശവം ചുമന്നു പോണടം പ്രേതലോകം. വീണടം വിഷ്ണുലോകം. പ്രേമം പ്രേമം പേടിയാണെനിക്കു നിന്നെ പേടി പേടി. അകലെ നിൽക്കൂ മാറി അകലെ നിൽക്കൂ
കണം കെട്ടി വരുമഴകെ നിന്നെ ഏതു വ്യഭിചാര തെരുവിൽ വെച്ചെന്നു ഞാൻ കണ്ടുമുട്ടി. ചിരി വരും നിന്റെ ഈ മുഖപടം കാണുമ്പോൾ ചിരി വരും. ഈണടം വിഷ്ണുലോകം ഞാൻ എന്റെ ശവഞ്ചുമ